എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലാലിഗ പോയിന്റ് ടേബിൾ അനാലിസിസ് ആണ്. അപ്പം നമുക്കറിയാം ഈ സീസൺ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ ഫോമിൽ കളിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് ബാഴ്സലോണ. പക്ഷേ ആദ്യ മത്സരം ഈ ഒരു ടോപ്പ് 3 എടുത്ത് നോക്കുകയാണെങ്കിൽ റയൽ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബാഴ്സലോണ ആ ഒരു കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ പരാജയപ്പെട്ടുള്ളത് ലാലിഗയിലാണെന്നുണ്ടെങ്കിൽ അത് ബാഴ്സലോണ തന്നെയാണ്. പക്ഷേ ലാലിഗന്റെ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബാഴ്സ തന്നെയാണ്. പക്ഷെ ഈ ഒരു റയലിനെ സംബന്ധിച്ചിടത്തോളം 38 പോയിന്റ്സ് ആണ് ബാഴ്സക്കുള്ളത്. ഈ റയലിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 36 പോയിന്റ്സ് ഉണ്ട്. അതുകൂടാതെ ഒരു ഗെയിമിംഗ് ഹാൻഡും ഉണ്ട്. കാരണം ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു പോയിന്റ് ടേബിൾ മാറിയത് എങ്ങനെയാണ് നമുക്കറിയാം. നല്ലൊരു സ്റ്റാർട്ടാണ് ഫ്ലിക്കിന് ആ ഒരു ബാഴ്സയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലാണെന്നുണ്ടെങ്കിലും ഒരു ടോപ്പ് 3 വരുന്ന ക്ലബ്ബാണ് ഇപ്പോൾ ബാഴ്സലോണ എന്ന് പറയുന്നത്. പക്ഷേ റയലിന്റെ കാര്യം അങ്ങനെയല്ല. റയലിന് അടുത്ത 3 മത്സരങ്ങളിൽ ഒന്ന് പരാജയപ്പെട്ട ചിലപ്പോൾ ആ ഒരു നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുക എന്നുള്ള തന്നെ മറക്കുക, അല്ലാന്നുണ്ടെങ്കിൽ UCL നിന്ന് പുറത്തു പോകുന്ന സാഹചര്യത്തിലാണെന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ഒരു ബാഴ്സ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ സെൻസാർ റയൽ സോസിഡാഡിനെതിരെ കളിക്ക് ശേഷം ഈ ഒരു ബാഴ്സ എന്ന് പറയുന്നത് വൻ ദുരന്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എൽ ക്ലാസിക്കോയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ബെർണാബ്യൂവിൽ നിന്ന് 4-0 റയലിനെ പരാജയപ്പെടുത്തിയെങ്കിലും അതിനുശേഷം നവംബർ 11 തൊട്ടാണ് ആ ഒരു ഇത് കാണാൻ തുടങ്ങിയത്. അത് ഫസ്റ്റ് മത്സരം റയൽ സോസിഡാഡാണ്. അതിനുശേഷം നടന്ന സെൽറ്റാവിക്കെതിരെ ഒരു ഡ്രോ പിടിക്കണ കണ്ടു. അതിനുശേഷം പിന്നെ ബ്രസ്റ്റിനോട് ചാമ്പ്യൻസ് ലീഗിൽ ജയിച്ചു. അതിനുശേഷം പിന്നെ ലാ ലീഗിക്ക് വന്നുകൊണ്ട് 3 കളി തുടർച്ചയായി ലാലിഗയിൽ വില്ലസ് ആയിട്ട് പോയിട്ടുണ്ട് ബാഴ്സലോണ ലാലിഗയിൽ. പിന്നെ നമുക്കറിയാം ഈ അടുത്ത് നടന്ന കളിയാണ് മയോർക്കിനോട് 5-1 ബാഴ്സ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സോളിഡ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അതിൽ ആ ഒരു ഓപ്പണിംഗ് ഗോളൊക്കെ മയോർക്കിന്റെ ഡിഫൻസിന്റെ ഫോൾട്ടാണ്. പക്ഷെ 5-1 എന്നുള്ള ലീഡിന് ബാഴ്സ സെക്കൻഡ് ഹാഫിലാണ് ഈ ഒരു സെക്കൻഡ് ഹാഫ് പോയപ്പോൾ വരെ ബാഴ്സ 1-1 ആയിരുന്നു. അതിനുശേഷം 4 ഗോളുകൾ അടിച്ചുകൊണ്ട് കംബാക്ക് അടിച്ചു. പിന്നെ നമുക്കറിയാം ഈ ഒരു റിയൽ ബെറ്റീസിനെതിരെയാണ്. ബെറ്റീസ് ആണെന്നുണ്ടെങ്കിലും കംബാക്ക് അടിച്ചുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലാണ് അവർ ആ ഡ്രോ നേടുന്നത്. അത്രയും മോശപ്പെട്ട ഫോമിലൂടെയാണ് ലാലിഗയിൽ ഇപ്പോൾ ബാഴ്സ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയാം. കാരണം ഇവിടെ ഈ പാർമസിനോട് തോറ്റെങ്കിലും അപ്പുറത്ത് വേറെ ഈ ഒരു അത്ലറ്റിക് ക്ലബിനോട് റയൽ മാഡ്രിഡ് തോറ്റിട്ടുണ്ട്. പക്ഷെ ആ ഒരു അഡ്വാൻറ്റേജ് പോലും ഇവിടെ മുതലെടുക്കാൻ കഴിയാതെ ഈ അടുത്ത കളിയിൽ റയൽ ബെറ്റീസിനോട് വന്നുകൊണ്ട് ഡ്രോ പിടിക്കുന്ന കാഴ്ചയാണ്. വീണ്ടും റയൽ മാഡ്രിഡിന് ഈ ഒരു ആ ഗെയിമിംഗ് ഹാൻഡ് അഡ്വാൻറ്റേജ് ഇതാക്കുന്ന കാഴ്ച. ഇനിയിപ്പോൾ ആ കളി ജയിക്കാന്നുണ്ടെങ്കിൽ 1 പോയിന്റിന്റെ ലീഡിൽ റയൽ മാഡ്രിഡിന് പോകാൻ കഴിയും. ആ ഒരു കളി സ്റ്റക്കായത് ആ ഒരു വാലൻസിയയിൽ ഫ്ലഡ് സംഭവിച്ചുകൊണ്ട് ആ വാലൻസിയക്കെതിരെയുള്ള മത്സരമാണ് ഈ റയൽ മാഡ്രിഡിന് ഗെയിമിംഗ് ഹാൻഡ് ആയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ഇതാണ്. പക്ഷേ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് 3 ക്ലബ്ബുകൾ പറയുന്നത് ഈ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ്, റയൽ മാഡ്രിഡ്, ഈ ഒരു ബാഴ്സ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ കുറവ് മത്സരം പരാജയപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ സീസണിൽ. ഏറിപ്പോയ ഒരു മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡ് തോറ്റിട്ടുണ്ടാകുള്ളൂ ഈ ഒരു ലാലിഗയിൽ ഈ സീസണിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ്. പക്ഷേ കുറേ അധികം ഡ്രോകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവർ മുന്നിലേക്ക് വരാത്തത്. ഈ ഒരു റയൽ ബാഴ്സനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു സീസണിൽ. അതാണ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രം ഇങ്ങനെ ആയിട്ട് കാര്യമല്ല. ഈ ഒരു ലീഗ് എന്ന് പറയുന്നത് ഒരു വർഷം തങ്ങി ഇങ്ങനെ പോകാനുള്ള ആ ഒരു വർഷം ആ ഒരു ഫോം കൺസിസ്റ്റന്റ് ആയിട്ട് പോയാലോ, അല്ലാന്നുണ്ടെങ്കിൽ 10 മാസം ആ ഒരു ഫോം കൺസിസ്റ്റന്റ് ആയി കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ലീഗ് അടിക്കുക എന്നുള്ളത് പോസിബിൾ ആവുകയുള്ളൂ. പക്ഷേ ഈ ഒരു ബാഴ്സ എന്ന് പറയാൻ നമുക്കറിയാം, ലീഗ് അടിക്കുക എന്നുള്ളത് ബാഴ്സക്ക് നല്ല ഈ ഒരു കഴിഞ്ഞ ഡെക്കേഡിലൊക്കെ ഏറ്റവും കൂടുതൽ ലീഗ് അടിച്ചത് ബാഴ്സലോണയാണ്. പക്ഷേ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ സീസണിൽ റയലാണ്, അതിൻ്റെ മുന്നത്തെ സീസണിൽ ബാഴ്സ, അതിൻ്റെ മുന്നത്തെ സീസണിൽ റയൽ, അതിൻ്റെ മുന്നത്തെ സീസണിൽ അത്ലറ്റിക്കോ, അതിൻ്റെ മുന്നത്തെ സീസണിൽ ഇടവിട്ട് റയൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലിഗ. കാരണം റയലിന് എങ്ങനെ പോയാലും ഈ കിരീടം കിട്ടും എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ലാലിഗിൻ്റെ ഇത്. പക്ഷേ ഈ ഒരു സീസണിൽ വന്നപ്പോൾ നല്ല സൈനിങ്സ് ഒക്കെ നടത്തിങ്ങാണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡ് അവരുടെ സ്ക്വാഡ് ബൂസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മികച്ച സ്റ്റാർട്ടിങ്ങിലൂടെ ആദ്യം ഒരു ഫ്രണ്ട്ലി എൽ ക്ലാസിക്കോനെ വിൻ ചെയ്ത് കാണാം. അതിനുശേഷം ഈ ഒരു ഒക്ടോബറിൽ നടന്ന എൽ ക്ലാസിക്കോ ഒക്കെ വിൻ ചെയ്ത് കാണാം. നല്ല രീതിയിൽ തന്നെ നല്ല ഗോൾ സ്കോറിംഗ് ഒക്കെ ചെയ്ത് കാണാം. നമ്മളറിയാം ആ ഒരു ഫ്ലിക്കിന്റെ പഴയ ഭയന്റെ രൂപത്തിൽ കളിക്കുന്ന ആ ഒരു ബാഴ്സയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ബാഴ്സക്ക് മുന്നിലുള്ള മത്സരം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ റയലിന്റെ കാര്യത്തിലേക്ക് ആണെന്നുണ്ടെങ്കിൽ റയലിന് ഒരു ഗെയിമിംഗ് ഹാൻഡ് മുതലെടുക്കും എന്ന് പറയാനായിട്ടില്ല. കാരണം റയലും ഇങ്ങനെ തെന്നി നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു അഡ്വാൻറ്റേജ് മുതലാക്കാൻ പറ്റുന്ന ക്ലബ്ബ് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡാണ്. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിനെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ എന്തായാലും ഇപ്പോൾ വോട്ടിൽ ചെയ്യും. എന്തായാലും ബാഴ്സ റയലേ ആവും ഈ സീസണിൽ
ഈ ഒരു ലാലിക അടിക്കാൻ പോകുന്നുള്ളതാണ്. പക്ഷെ രണ്ട് ടീമും ഇപ്പം ഇങ്ങനെ ആദ്യം ബാസന്റെ ഫോം പറയുന്നത് ഇങ്ങനെ പോയി നേർരേഖയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം ബാസന്റെ ഫോം ഇതേമാതിരി ഇങ്ങനെ ആളുണ്ട്. പക്ഷെ റയലിന്റെ ഫോം പറയുന്നത് ഈ സീസൺ തുടക്കത്തിലേ എങ്ങനെയാണ്. അപ്പോൾ അതൊരു വ്യത്യാസമുള്ളൂ. പക്ഷെ ബാസ ഈ ഒരു ഫ്ലിക്ക് ബാസന്റെ കയ്യിൻ്റെ നവംബർ മാസത്തെ കുറിച്ച് ഷിറ്റ് നവംബർ എന്നാണ്. അത് പറഞ്ഞാൽ ആ നവംബറിൽ കാട്ടിക്കൂട്ടിയത് മൊത്തം ഫ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അബദ്ധങ്ങളാണ്. അങ്ങനത്തെ ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഇപ്പം ഈ ഒരു മാസത്തിൽ ഡിസംബറിൽ എനിക്ക് തോന്നുന്നു അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയും ബാസക്ക് കളിയുണ്ട്. അടുത്ത കളിയല്ല അതിൻ്റെ പിറ്റത്തെ കളി അത്ലറ്റിക്കോ മാഡ്രിഡിനോടാവും ബാസക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഇതും പാടുണ്ട്. ആ ഒരു കളിയിൽ ബാസക്ക് ജയിച്ചാൽ കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ബാസന്റെ ആ ഒരു ഹൈപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രഷർ ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഈ റയൽ നമുക്കറിയാം കഴിഞ്ഞ കളി ജിറോഡിനെതിരെ 3-0 നല്ല രീതിയിൽ പെർഫോം ചെയ്ത് നല്ലൊരു സോളിഡ് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട്